ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് നമ്മൾ ബ്രൈഡൽ മുല്ല കെട്ടണത് എങ്ങനെയാണെന്ന് നോക്കണേ. നല്ല തിക്കായിട്ടാണ് നമ്മൾ മുല്ല വെക്കണത്. മുല്ല വെക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് വെക്കണം. നല്ല കനം കുറവുള്ള തണ്ടുകളാണ്. പിന്നെ അതിന് മുല്ലയുടെ തണ്ട് നീളം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെച്ച് കെട്ടാനായിട്ട് ചെറിയ ബുദ്ധിമുട്ട് ഉണ്ട്. പെട്ടെന്ന് കിട്ടിയ ബുദ്ധിമുട്ടുള്ളൊരു ഫ്ലവറാണ് മുല്ല. മുല്ല കെട്ടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം വേഗം കിട്ടുകയും ചെയ്യാം കേട്ടോ. അതിൻ്റെ തണ്ട് പൊട്ടാത്ത വിധത്തിൽ വേണം നമുക്ക് പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വൈകുന്നേരത്തെ മുല്ലയാകുമ്പോൾ ഇത്തിരിയും കൂടി നീളവും വലുപ്പവും വെക്കും. നമ്മൾ കാലത്ത് 6:30-ക്കാണ് കേട്ടോ മുട്ട് പൊട്ടിക്കുക. മുട്ട് പൊട്ടിച്ച് ഒരു 9 മണി വരെയൊക്കെ സാധാരണ നമ്മൾ മുട്ട് പൊട്ടിക്കും. പിന്നെ ഓർഡർ അനുസരിച്ചിട്ട് മുല്ല കൂടുതലുണ്ട് തോട്ടത്തിലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികമൊക്കെ നേരം പൊട്ടിക്കും. ഇത് നമ്മുടെ നാടൻ മുല്ലയാണ്. നാടൻ മുല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണ്ടൂരുമല്ലി എന്നാണ് ഈ മുല്ലയുടെ ശരിക്കുള്ള പേര്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂവില്ലേ മുല്ലയുണ്ടല്ലോ, അതാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 1 ഏക്കർ സ്ഥലത്താണ് കേട്ടോ നമ്മൾ കൃഷി ചെയ്യണേ. നമ്മളിവിടെ 2000 ചെടികളാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ എന്താ പറയുക, ഒരു മൂടെന്നൊക്കെ പറയില്ലേ, ഒരു ഇതിന് വെച്ചിരിക്കുന്നത് 3 ചെടിയും കൂടിയിട്ട് ഒരുമിച്ച് ഒറ്റ ഇതിലായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 7 വർഷമൊക്കെ ആയി നമ്മൾ മുല്ല കൃഷി തുടങ്ങിയിട്ട്. വലിയ കുഴപ്പമില്ലാത്ത പോലെയൊക്കെ ഓർഡറൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മുല്ലയുടെ കൂടെ നമ്മൾ കുറേ വെറൈറ്റി ഫ്ലവറുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. മുല്ല നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുള്ള എല്ലാ ഭാഗത്തേക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ മുല്ല കൊറിയറൊന്നും ചെയ്യണില്ല കേട്ടോ. ചില സമയങ്ങളിൽ ഞങ്ങൾ ഫ്രീ ആയിട്ടൊക്കെ കൊറിയറിൻ്റെ കൂടെ കുറച്ച് മുല്ലയൊക്കെ വെക്കാറുണ്ട്. അവർക്കൊന്നും കംപ്ലൈൻറ്റ് വരാറില്ല. പക്ഷെ നമ്മൾ പൈസയ്ക്കൊക്കെ കൊടുക്കുമ്പോൾ കംപ്ലൈൻറ്റ് വരുമോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം മുല്ല കൊറിയർ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. എന്താ വെച്ചാൽ 2 ദിവസം മുന്നേ നമുക്ക് ചെയ്യണം. അപ്പോൾ അത് കാരണം കേടുകളൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. വളരെ സോഫ്റ്റാണ് ഇതിൻ്റെ ഇതളുകളൊക്കെ. അപ്പോൾ കേട് വരാൻ പാടില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കൊറിയർ ചെയ്യണില്ല. എന്നാൽ നമ്മുടെ ഈ ഭാഗത്ത് തൃശ്ശൂർ ജില്ലയിലെ ഒരുവിധം എല്ലാ ഭാഗത്തേക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. മുല്ല എറണാകുളത്തേക്കും കൊടുക്കുന്നുണ്ട്. എറണാകുളത്തു നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. നമ്മുടെ ഗുരുവായൂർക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ വീടിൻ്റെ അതിലെ കളക്ട് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അടുപ്പിച്ച് കെട്ടിയ മുല്ല എന്ന് പറയുന്നത് 10 മുഴമൊക്കെ ഉണ്ടാവുള്ളൂ. അത് ഫുള്ളായിട്ട് നന്നായിട്ട് ബ്രൈഡൽ പെൺകുട്ടികൾക്കൊക്കെ വെക്കാനായിട്ട് നന്നായിട്ട് തികയും കേട്ടോ. പിന്നെ എന്താ പറയുക, മുല്ലക്കൃഷിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കൃഷിയാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ പണിയെടുക്കണം. പെട്ടെന്നൊന്നും എന്താ പറയുക പണി കഴിഞ്ഞ് പോരാൻ പറ്റില്ല. കാലത്തോട്ട് വൈകുന്നേരം വരെ നമുക്ക് മുല്ലയിൽ പണി ഉണ്ടാവും. പിന്നെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ഇഷ്ടമുള്ളവർക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. അല്ലാത്തവർക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മുല്ലേനെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെന്താ പറയുക, മുല്ല മാത്രമേ നമ്മൾ കൃഷി ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ഫ്ലവറുകളൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ കൊറിയറൊക്കെ അയക്കുന്നതൊക്കെ വേറെ ഫ്ലവറുകളാണ്. മുല്ല മാത്രം നമ്മുടെ വീട്ടിൽ ചെയ്യണം. നമ്മുടെ കൃഷിയൊക്കെ കാണാനായിട്ട് കുറേ പേരൊക്കെ വരാറുണ്ട്. മുല്ലയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ എല്ലാവരും നോക്കി കാണാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ വിളിക്കാം. പിന്നെ നിങ്ങളുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ കൂട്ടുകാരികൾക്കോ അവർക്കൊക്കെ ഫ്ലവർ വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറയുക. എല്ലാവർക്കും ഫ്ലവർ നല്ല ഭംഗിയിൽ വെക്കണം എന്ന്. എല്ലാ കുട്ടികൾക്കും നല്ല സന്തോഷമല്ലേ കല്യാണത്തിന്. അപ്പോൾ എല്ലാവരും വിളിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.